ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ഓപ്പോൾ വന്ന ദിവസമാണ്. അങ്ങനെ ഞാൻ വല്യച്ഛന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു പരുന്ത് എവിടുന്നോ പാറി വന്നത് കണ്ടു. ഞാൻ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും കൂടെ പേളിമാണിന്റെ ഷോ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാനും കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അപ്പൊ എനിക്ക് വല്യമ്മ ഒരു മാംഗോസ്റ്റീൻ എടുത്ത് തന്നെ ചായക്ക് വേണ്ടി ചക്ക വെട്ടുന്നുണ്ടപ്പോ അതിനൊരു ചക്ക എടുത്ത് കഴിച്ചു. ഓപ്പോൾ വന്നപ്പോ കുറച്ച് സീഡ്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇന്നത്തെ മനോരമ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണുള്ളത്. അങ്ങനെ ഈവനിങ് വിളക്കെല്ലാം കത്തിച്ചിരിക്കുകയാണ്. അപ്പൊ നല്ല കൊതുകിന്റെ ശല്യം മഴക്കാലമായി. അപ്പൊ ഓപ്പോഴും ശ്രേയം കൂടെ ചകിരിയിലെ ഇല എന്തെല്ലാം ഇലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുകയ്ക്കാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ മുറ്റത്തൂടെ ഒക്കെ നടക്കാന്ന് വെച്ച്. ഇത് കണ്ടോ, വല്യമ്മയുടെ റോസാപ്പൂക്കളാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല വൈറ്റ് റോസ്. അത് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ ചേച്ചി ക്ലിനിക്കിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ആക്ച്വലി ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ചായ കുടിക്കാൻ എന്താന്ന് വെച്ചാൽ സ്നാക്സ് വാങ്ങിക്കണം എന്ന് ചേച്ചിയോട് പ്രത്യേകം പറഞ്ഞു. പിന്നെ നൈറ്റ് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വെച്ചാൽ സിമ്പിൾ റെസിപ്പി തപ്പി ഷാൻജിയോ ചേട്ടന്റെ വീഡിയോസ് കാണുകയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് മുത്തുവിന്റെ കല്യാണ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നേ. ഇത് ഞങ്ങൾ ഒരു 100 വട്ടെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞങ്ങളെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ. അങ്ങനെ നൈറ്റ് ഫുഡ് കഴിക്കാൻ ടൈമായി. ഇന്ന് ഡിന്നർ കുറച്ച് ഹെവിയാണ്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ചിക്കൻ ബിരിയാണിയും പിന്നെ വല്യമ്മയുടെ സ്പെഷ്യൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അപ്പൂന് വീഡിയോ കോളും ചെയ്തു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാലും ഇങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയുള്ളേ.